അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ. ബ്രാഞ്ച് സെക്രട്ടറി വീട് വെക്കാൻ അനുവദിക്കുന്നില്ല. CPIM മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ സമരം. തിരൂരങ്ങാടി സ്വദേശി റിയാസും കുടുംബവുമാണ് സമരം നടത്തുന്നത്. വീട് വെക്കാൻ തറ കെട്ടിയപ്പോൾ ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ രാത്രിയിൽ തകർത്തു എന്നാണ് പരാതി. ഇത് സംബന്ധിച്ച് തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷമായി വീട് വെക്കാനുള്ള ശ്രമം നടത്തുകയാണെന്ന് റിയാസ് പറഞ്ഞു. പ്രവാസിയായ താൻ നാട്ടിലെത്തിയ ശേഷമാണ് വീട് വെക്കാൻ ആരംഭിച്ചത്. അവർ പറയുന്ന സ്ഥലത്ത് വീട് വെക്കണമെന്ന് പറഞ്ഞാണ് ശല്യപ്പെടുത്താൻ തുടങ്ങിയത്. മാന്യമായി പറഞ്ഞു നോക്കി. താനും നേരത്തെ പാർട്ടിയിൽ സജീവമായിരുന്നു. രാത്രിയാണ് ഇവർ തറ പൊളിച്ചത്. ഇത് സംബന്ധിച്ച് CPM നേതാക്കൾക്ക് പരാതി നൽകിയിരുന്നു. ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ടെന്നും റിയാസ് പറഞ്ഞു. മാത്രം അവിടെ വരുന്ന വണ്ടിയും വാഹനങ്ങളും തടയാം. പോലീസിനെ ഉപയോഗിക്കപ്പെട്ടു. ആരാ പ്രയാസപ്പെടുത്തുന്നത്? ഈ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയായ സുബൈർ പട്ടേരിക്കുന്നത്. പിന്നെ അവനൊരു സഹായിയായിട്ടുള്ള ഒരു സൽമാൻ പാരിസ് ഉണ്ട്. അവരാണ് നിരന്തരം ഞാൻ അതിൽ വെച്ച് പിടിപ്പിക്കുന്ന തൈകൾ നശിപ്പിക്കുക, മണ്ണെണ്ണ ഒഴിപ്പിച്ച് നശിപ്പിച്ചു. പിന്നെ ആദ്യം ഞങ്ങൾക്ക് ഫൗണ്ടേഷൻ കീറാൻ ഉപയോഗിച്ച തറ അതും മണ്ണിട്ട് മൂടി. അതും രാത്രിയുടെ മറവിലാണ്. ഇപ്പം ഞങ്ങൾ തറ കെട്ടിയ 3 അടി ഹൈറ്റിൽ പൊക്കിയ തറ ഇപ്പം ഞങ്ങളോട് ദയവായിട്ട് വന്ന് പറഞ്ഞു ഞങ്ങളോട് തറ പൊടിക്കുന്നുള്ളു. അവ ആ ധൈര്യ സമയത്ത് രാത്രി ഞങ്ങൾ വ്യാഴാഴ്ച രാത്രി ഞങ്ങൾ തറ കെട്ടിക്കഴിഞ്ഞു. പകല് ഒരു 5-5:30 മണിയോടെ ഞങ്ങൾ തറ കെട്ടിക്കഴിഞ്ഞ് വെള്ളിയാഴ്ച പുലർച്ചെ ഞാൻ 4:45 അവിടെ സ്ഥലത്ത് പോയി നോക്കിയപ്പോൾ ഒഴിഞ്ഞ രീതിയിലാണ് കണ്ടത്. പക്ഷെ ഇവനെ 12 മണി ഏകദേശം ചമ്മാടി ചില CC ക്യാമറയിലൊക്കെ ഇവനെ കണ്ടിട്ടുണ്ട്. ഇത് ഡാറ്റാ ബാങ്കിലുള്ള സ്ഥലമാണ്. ആ ഡാറ്റാ ബാങ്കിൽ ഞാൻ മാറ്റാൻ വേണ്ടിയിട്ട് 5 പ്രാവശ്യം ഞാൻ ഈ കലക്ടറേറ്റിൽ തരംമാറ്റത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അത് നിരസിക്കാണ്. ആ തൊട്ടപ്പുറത്തൊക്കെ. പിന്നെ അതുമല്ല, ഞാൻ മിനിസ്റ്റർക്ക് ഒരുപാട് തവണ ഞാൻ നിവേദനം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ K. രാജൻ സാർക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്. രാജൻ സാർ പരപ്പനങ്ങാടി സമ്മേളനത്തിന് വന്നപ്പോൾ നേരിട്ട് ഞാൻ നിവേദനം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ആളുകൾക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്തിലും വില്ലേജിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. തൊട്ടപ്പുറത്തൊക്കെ വീടുണ്ട്. തരം മാറ്റി നമ്പർ കിട്ടിയ വീടുകളൊക്കെ ഉണ്ട്. അവരൊന്നും ഇപ്പം പ്രയാസപ്പെടുത്താൻ പോകുന്നില്ല. പക്ഷെ ഇപ്പം പ്രയാസപ്പെടുത്തുന്ന പല ആളുകൾക്കും ഈ പാർട്ടിയിൽ തന്നെ ഇവനോട് വിയോജിപ്പുണ്ട്. പല ആളുകൾക്കും ഇങ്ങനെ കാശ് വാങ്ങിയതായിട്ട് പക്ഷെ ജനങ്ങൾ പുറത്ത് പറയാൻ മടിക്കുകയാണ്. ഞാൻ അവനോട് ഒരു എതിർപ്പ് കാര്യങ്ങൾ പ്രകടിപ്പിക്കണ്ട ഞങ്ങളുടെ മുന്നിൽ. പക്ഷെ ഇവന്റെ ഈ ദുസ്സഹമായ പ്രവൃത്തി ഒഴിവാക്കുക എന്നുള്ളതാണ്. അങ്ങനെ പല ആളുകളും അത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ ആളുകൾ പറയാൻ മടി കാണിക്കണം. അത് അവന് ചില ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്റെ ഒരു മാമനോട് പറഞ്ഞിട്ട് 2 ലക്ഷം തന്നു കഴിഞ്ഞാൽ ഇവിടെ മൊത്തത്തിൽ നിങ്ങൾക്ക് നികത്താം. 2 ലക്ഷം എന്നോട് കാശ് ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ എന്നോട് അവിടെ വീട് വെക്കാൻ പറ്റില്ല. അവൻ പറയണ വിലക്ക് അവിടെ നിന്ന് വിറ്റ് പോകണം. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ CPM നേതാക്കന്മാർ അവിടുത്തെ ജില്ലാ കമ്മിറ്റി അംഗം ഈ ജയനെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. അവിടുത്തെ പിന്നെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളൊക്കെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇവർക്ക് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് ശരിയല്ല, അത് ചെയ്യുന്ന രീതി ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവർ ഇവനെ താക്കീത് നൽകിയിട്ടുണ്ട്. അവർ വീണ്ടും തന്നെ ഉപദ്രവിക്കാൻ വരും. 2 വർഷമായിട്ട് നിരന്തരം പിന്നാലെ മറ്റൊരാളെ അങ്ങനെ ചെയ്യണില്ല. ഞാൻ മുന്നേ പാർട്ടിയിലുണ്ടായ ആളാണ്. ആ പാർട്ടി പാർട്ടിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങൾക്കും എല്ലാ പ്രവർത്തനത്തിലും ഞാൻ ഉണ്ടായിരുന്ന ആളാണ്. എന്നാൽ സമരം ആസൂത്രിതമെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V. ശശികുമാർ പറഞ്ഞു. ഇത്തരം ഒരു പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പ്രശ്നം ചോദിച്ചു മനസ്സിലാക്കി പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്. PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.